നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. മോഡൽ പ്രാക്ടിക്കൽ, ഈ മോഡൽ പ്രാക്ടിക്കൽ ചെയ്തില്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ്, ടിപ്സും ട്രിക്സും ഉള്ള വീഡിയോസും ഫുള്ള് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെ ഒക്കെ വീഡിയോസ് ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഉണ്ട്. അപ്പം ഞാൻ നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അതിനകത്ത് ടിപ്സും ട്രിക്സും എൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ടെൻഷനും വേണ്ട എന്നുള്ളൊരു കാര്യത്തിൽ. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഇതുവരെയും പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഫുൾ മാർക്ക് മേടിക്കാം. അത് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മോഡൽ പ്രാക്ടിക്കൽ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചു, സാറേ മോഡൽ പ്രാക്ടിക്കൽ ചെയ്യണോ? എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പബ്ലിക് എക്സാമിന് പ്രാക്ടിക്കൽ എഴുതിയാൽ പോരെ. രക്ഷകർത്താക്കൾ പോലും പലരും ചോദിച്ചു, സാർ പബ്ലിക് എക്സാമിൻ്റെ പ്രാക്ടിക്കൽ പേര് ഇപ്പോൾ ഇരുന്ന് പഠിക്കട്ടെ, തിയറിയൊക്കെ ഇരുന്ന് പഠിക്കട്ടെ, മോഡൽ പ്രാക്ടിക്കൽ ചെയ്യണോ? ഇത് ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ ഉള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ +2 ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അത് നേരെ പബ്ലിക് എക്സാമിൻ്റെ പ്രാക്ടിക്കലിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ, ആദ്യമായിട്ടാണ് പബ്ലിക് എക്സാം പ്രാക്ടിക്കലിലോട്ട് പോകുമ്പം നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് മനുഷ്യനായതുകൊണ്ട് ടെൻഷൻ വരും. അത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും. അതിനു മുമ്പേ നടത്തുന്ന മോഡൽ പരീക്ഷ അതുകൊണ്ട് തന്നെ ടെൻഷൻ റിലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ടെൻഷൻ നന്നായിട്ട് കുറയ്ക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. കാരണം മോഡൽ പ്രാക്ടിക്കലിൻ്റെ ഒരു രീതി പബ്ലിക് എക്സാമിൻ്റെ ആയിരിക്കണമെന്നില്ല. കാരണം ഞാനും ഇവാലുവേഷനും ഒക്കെ നിന്നിട്ടുള്ളൊരു അധ്യാപകനായതുകൊണ്ട് കൃത്യമായിട്ട് പറയാം. ഇപ്പം ചില സ്കൂളിലൊക്കെ ചുമ്മാ അതൊരു ഫ്രീ ആയിട്ട് മോഡൽ പ്രാക്ടിക്കലൊക്കെ നടത്തും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചെഴുതാം, ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. പക്ഷേ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. എങ്ങനെയൊക്കെയാണ് ഫിസിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെമിസ്ട്രി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബോട്ടണി സുവോളജി, എങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാത്സ് ചെയ്യേണ്ടത്, ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ നിർബന്ധമായും കേരളത്തിലെ എല്ലാ കുട്ടികളും മോഡൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പാറ്റേൺ മനസ്സിലായില്ലെങ്കിൽ പബ്ലിക് എക്സാമിന് പാളിപ്പോകും. പക്ഷേ മോഡൽ പ്രാക്ടിക്കലിൻ്റെ ഒരു രീതി വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, മോഡൽ പ്രാക്ടിക്കൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ പരിചിതമായ, നമ്മൾ വളരെ അറിയാവുന്ന നമ്മുടെ ഇന്റേണൽ ടീച്ചേഴ്സ് തന്നെയാണ് മോഡൽ പ്രാക്ടിക്കൽ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുമ്പം എക്സ്റ്റേണൽ, പുറത്തുനിന്നുള്ളൊരു സ്കൂളിൽ നിന്നൊരു അധ്യാപകൻ വരുമ്പം ഇത് മൊത്തത്തിൽ വ്യത്യാസം വരും. കാരണം അവിടെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിച്ച് പറയാനും ഒന്നും ഒരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പരിമിതമായ ഇതായിരിക്കാം. നമ്മൾ അങ്ങനെ വിചാരിച്ച് അല്ല പോകുന്നത്, നല്ലപോലെ പ്രാക്ടിക്കൽ ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം ഒരു പ്രാക്ടിക്കൽ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ 40 മാർക്കാണ്. നമുക്ക് എഴുതിയ ചിലവും ഫുൾ മാർക്ക് കിട്ടത്തില്ല. പക്ഷേ കുറച്ചൊന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം മോഡൽ പ്രാക്ടിക്കലും പബ്ലിക് എക്സാമിന് പ്രാക്ടിക്കലും തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്മൾ മോഡൽ പ്രാക്ടിക്കൽ എല്ലാ വിഷയങ്ങളിലും പോയി ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പബ്ലിക് എക്സാമിന് കയറുമ്പം തന്നെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അന്നേരം ഒരു കാരണവശാലും നിങ്ങൾ മോഡൽ പ്രാക്ടിക്കൽ എഴുതാതിരിക്കരുത്. പിന്നെ പബ്ലിക് എക്സാമിന് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ അധ്യാപകർ വരും, അവർ പറയുന്ന രീതിക്കനുസരിച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെയുള്ള നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. അവർ ചോദിക്കുന്ന നമുക്ക് വൈവ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും, പറഞ്ഞു തരും നിങ്ങൾക്ക് ഉറപ്പായിട്ടും. അന്നേരം ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾ പല സ്കൂളിൽ വരിക്കുന്ന മോഡൽ തുടങ്ങി കാണുമായിരിക്കാം. അന്നേരം നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഇതാക്കുക. മാക്സിമം നമ്മൾ കേരളത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രാക്ടിക്കലിന് ഒരു ടെൻഷൻ കുറച്ച് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സുകൾ, ഫിസിക്സിൻ്റെയൊക്കെ ഒട്ടുമിക്ക ക്ലാസ്സുകളും പ്രാക്ടിക്കലിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. കെമിസ്ട്രിയിലെല്ലാം ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ മാർക്ക് പോകത്തില്ലെന്ന് മാഷ് ഉറപ്പ് വരുന്നു. അത് പ്രാക്ടിക്കലിന് പോകാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ലല്ലോ. അന്നേരം അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട. ചോദിക്കാൻ പോകുന്ന വൈവ ക്വസ്റ്റ്യൻ ഒക്കെ ആയാലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റേഞ്ച് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതെല്ലാം പറഞ്ഞു തരും. അന്നേരം ധൈര്യമായിട്ട് അത്യാവശ്യമൊക്കെ പഠിച്ച് മോഡൽ പ്രാക്ടിക്കലിന് പോയി എഴുതി വരിക. അതിനുശേഷം കഴിഞ്ഞവരാണെങ്കിൽ പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പബ്ലിക് എക്സാം പ്രാക്ടിക്കലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അന്നേരം മോഡൽ എഴുതാൻ വിട്ടു പോകരുത്, നിർബന്ധമായി എഴുതിയിരിക്കണം മോഡൽ പ്രാക്ടിക്കൽ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.